ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാൻഡ് ഫോംസ് ഓഫ് ഡെസേർട്ട് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് റിവർ ലൂണി പറ്റിയിട്ട്. റിവർ ലൂണി എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടാണ്? ഈ ആരവല്ലി റേഞ്ച് തുടങ്ങി റാൻ ഓഫ് കച്ചിലേക്ക് അവസാനിക്കുന്ന ഒരു നദിയാണ് ഈ ലൂണി എന്ന് പറയുന്നത്. ഇതൊരു നോൺ പെരനിയൽ റിവറാണ്. എന്താ ഈ നോൺ പെരനിയൽ റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? രണ്ട് തരത്തിൽ നദികളുണ്ട്. ഒന്ന് പെരനിയൽ റിവേഴ്സ് ഉണ്ട്, നോൺ പെരനിയൽ റിവേഴ്സ് ഉണ്ട്. ഈ പെരനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയർ ലോങ് എന്താ ഉണ്ടാവും? വെള്ളം ലഭ്യമാകും. കാരണം എന്ന് വെച്ചാൽ അത് മിക്കവാറും ഹിമാലയൻ റിവേഴ്സ് ആണ് നമുക്ക് ഈ പെരനിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും, മഴക്കാലം ഇല്ലാത്തതും വറ്റുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന്. അതാണ് നോൺ പെരനിയൽ. റിവർ ലൂണി ഒറിജിനേറ്റ്സ് ഫ്രം ദ അരവല്ലി മൗണ്ടൻ റേഞ്ചസ് നിയർ അജ്മർ. അജ്മറിന് അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആരവല്ലി മൗണ്ടനിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? റിവർ ലൂണി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോൺ പെരനിയൽ റിവറാണ്. കാരണം മഴയില്ലാത്തപ്പം വറ്റി കിടക്കുന്ന നദിയാണ് ഇതെന്ന് പറയുന്നത്. റിവർ ലിൽറി, റിവർ സുക്രി ആൻഡ് റിവർ ജവായ് ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഇറ്റ്. അതായത് 3 നദികളാണ് പോഷക നദി. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ പോഷക നദി എന്നർത്ഥം. ഓക്കെ, ഈ പോഷക നദികൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണുള്ളത്? ഓക്കെ, റിവർ ലിൽറി ഉണ്ട്, സുക്രി ഉണ്ട്, റിവർ ജാവ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ജാവ ബൈക്ക് വന്ന് ഓർന്നാൽ മതി അല്ലെ. സുക്രി മറ്റേ ഗൂർഖകളുടെ ഒരു കത്തി പോലിരിക്കുന്ന സാധനം. പിന്നെയുള്ളത് ലിൽറി എന്ന് ഓർത്താൽ മതി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. The river takes its name from the Sanskrit word Lavanavari, meaning salt water river. ലവണവാരി എന്ന് പറഞ്ഞാൽ ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നൊക്കെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സോൾട്ട് റിവർ അല്ലെങ്കിൽ ഉപ്പ് നദി എന്നാണ് ഇതിന്റെ തന്നെ അർത്ഥം. മനസ്സിലായോ? After flowing distance around 482 kilometers, this river disappears into റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? ഏകദേശം അതായത് ഇതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് എത്രയാണ്? 482 കിലോമീറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഏതിന്റെ? ഈ റിവർ ലൂണിയുടെ നീളം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതിനകത്ത് ഇതാണ് ലൂണി നദി. ഇതാണ് കാണാൻ സാധിക്കുക. ഇത് ലൂണിയാണ്. ഇത് അരവല്ലി റേഞ്ചസിലാണ് തുടങ്ങുന്നത് അല്ലെ. അരവല്ലി റേഞ്ചസിൽ തുടങ്ങുന്നു, അവിടെ താഴേക്ക് വരുന്നു, അത് അവിടെ അവസാനിക്കുന്നത് റാൻ ഓഫ് കച്ചിലാണ്. അത് ഏകദേശം 482 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് 3 പോഷക നദികളുണ്ട്. ലിൽറി ഉണ്ട്, ജാവയുണ്ട്, സുക്രിയുണ്ട്. അപ്പം ഇത് ഇങ്ങനെ 3 പോഷക നദികളുണ്ട്. ഇതിന്റെ മറ്റൊരു പേരാണ് ലവണവാരി എന്നായിരുന്നു അർത്ഥം. ഇത് മീനിങ് എന്തായിരുന്നു? സോൾട്ട് റിവർ എന്നാണ് അർത്ഥം. അതെന്തുകൊണ്ട് സോൾട്ട് റിവർ എന്ന് പറയാൻ പറ്റുന്നത്? വേണമെങ്കിൽ ഉപ്പ് നദി എന്ന് പറയുന്നത് കാരണം എന്താണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇത് എന്താണ് ലൂണിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റുന്നത്? ഫീച്ചേഴ്സ് ഓഫ് ലൂണി എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ്? ഇത് ഒറിജിനേറ്റ്സ് ഫ്രം എവിടെ നിന്ന്? ആരവല്ലി. ഒന്ന്, എവിടെയാണ് ഒറിജിൻ പറയാം അല്ലെ. 2, എന്താ നോൺ പെരനിയൽ ആണ്, ഒരു ഫീച്ചർ ആണ് അല്ലെ, പെരനിയൽ ആണെന്ന് പറയാം. 3, ലെങ്ത് പറയാം, 482 കിലോമീറ്റർ. 4ാമത് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പറയാം. 3 ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 ലൽറി, സുക്രി, ജാവ അല്ലെ. 3 ഇതെണ്ണുണ്ട്, ജവായി. പിന്നെ ഉള്ളത് ഇതിന്റെ പേര് ലവണവാരി എന്നായിരുന്നു അർത്ഥം. ഇതിന് ഏകദേശം 482 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇറ്റ് ഡിസപ്പിയർസ് ഇൻ റാൻ ഓഫ് കച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലൂണിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയേണ്ടത്. മനസ്സിലായോ? ഇതാണ് സോൾട്ട് ലേക്ക്. കാരണം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് മുഴുവൻ ലവണത്തിന്റെ അംശം കൂടുതലാണ്, ഉപ്പിന്റെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ആണ് ഉപ്പ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾട്ട്. എങ്ങനെയാണ് സോൾട്ട് ഉണ്ടാക്കുന്നത്? വെള്ളം എവിടെയും കെട്ടി നിർത്തിയിട്ട് വെള്ളം വറ്റിപ്പോകാനാവുകയും അതിനുശേഷം മിച്ചം വരുന്നത് എന്താണ്? നമ്മളത് എടുക്കുന്നത്. അതാണ് പിന്നീട് ഫാക്ടറി കൊണ്ടുപോയിട്ട് എന്താണ് ഇന്നത്തെ ഇംപ്യൂരിറ്റീസ് ഒക്കെ മാറ്റി നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു വലിയ ബിസിനസ് ആണ് സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്, സോൾട്ട് ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ സോൾട്ട് ലേക്ക് ടൂറിസം കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാരെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് രാജസ്ഥാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ ബാഗർ റീജിയൻ ഹാസ് സെവറൽ സോൾട്ട് ലേക്ക്. നമ്മൾ പറഞ്ഞു ബാഗർ റീജിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? നമ്മൾ ആരൻ റീജിയനെ കുറിച്ചും ബാഗർ റീജിയനെ കുറിച്ചും ഇന്നലെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താ ബാഗർ റീജിയൻ? എന്താണ്? ഇറ്റ് ഇസ് ക്ലോസർ ടു ആരവല്ലി റേഞ്ചസ് അല്ലെ, കുറച്ച് മഴ കിട്ടുന്ന സ്ഥലം.
കുറച്ച് ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലം. ആ ഭാഗത്താണ് എന്ത് കാണാൻ സാധിക്കുക? സോൾട്ട് ലേക്ക് നമുക്ക് കാണാൻ സാധിക്കുക. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ലാർജസ്റ്റ് എമംഗ് ദ സാംപാർ ലേക്ക്. അതിൽ ഏറ്റവും വലുത് സാംപാർ ലേക്ക് ആണ്. ഇറ്റ് സിറ്റുവേറ്റഡ് അബൌട്ട് 65 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് ജയ്പൂർ. ജയ്പൂരിൽ 65 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് എന്ത് കാണാൻ പറ്റുന്നത്? ഈ സംബാറിലേക്ക് കാണാൻ സാധിക്കുക. It occupies an area of 225 square kilometers during the rainy season but shrinks considerably in the dry season. പിന്നെ ദിൽവാന, Zargol and Kaju are the other important lakes in the region. These lakes are used extensively for salt production. അത്ര ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചിന്തിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഒന്ന്, ബഗാർ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. രണ്ട്, ഇത് സംബാർ ലേക്ക് ആണ് പ്രധാനപ്പെട്ടത്. ജയ്പൂരിന് 65 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് എന്നുള്ളത് സംബാർ ലേക്കുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഏകദേശം 225 സ്ക്വയർ കിലോമീറ്റർ മഴക്കാലത്തും അതിനേക്കാൾ വളരെ ചെറുതായിട്ട് മാറുന്ന കൺസിഡറബിളി ഷ്രിങ്കിങ് ആയിട്ടുള്ളതാണ് ഡ്യൂറിങ് ദ സമ്മർ സീസൺ. ഇത്രയും കാര്യങ്ങളാണ് സോൾട്ട് ലേക്കിനെ കൊണ്ട്. ഈ ബോർഡിൽ ഇട്ടേക്കുന്ന മോൻ എന്താണെന്ന് വെച്ചാൽ ഒരു അസൈൻമെന്റ് പോലെ നന്നേക്കാണ്. മനസ്സിലായോ? നെറ്റിലൊക്കെ കയറിയിട്ട് വായിച്ചിട്ട് പഠിക്കണം. ഒരു കാരണം ഞാൻ പറയാം. എന്താണ് നമ്മുടെ ലവണാംശങ്ങൾ കൂടുതലുള്ളത് തന്നെ, എന്നാൽ വെള്ളം വേഗം വറ്റി പോകുന്നതുകൊണ്ടാണ് ഈ വാട്ടർ ബോഡീസിൽ കൂടുതൽ ലവണാംശം കാണുന്നത് എന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ബാക്കി റിസർച്ച് ചെയ്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ. അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഓഫ് താർ ഡെസേർട്ട്. ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ് ഡീഫ്ലേഷൻ എന്ന് പറയും. The deflation is common in a hot desert that's formed with blows of sand grain. എന്താണ് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണിക്കാം. ഓക്കെ, Sand dunes, the magnificent sandy landscapes found in deserts and beaches, are formed through the intricate dance between wind and sand. Originating from sources like eroded rocks and riverbeds, these sand grains are sculpted by wind. When encountering obstacles, wind deposits the sand, creating various dune types, including Barkhan and star dunes. These dunes are always on the move, a phenomenon called dune migration, with some relocating several meters annually. Despite their seemingly harsh environment, dunes support unique life forms, from desert shrubs to the sidewinder snake, all adapted for survival. While dunes offer adventure, like sandboarding, conservation efforts are crucial to protect these fragile ecosystems. Okay. ഇങ്ങനെ പലതരത്തിലുള്ള ഇത് ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് ഈ പ്രോസസ്സിനാണ് പറഞ്ഞത് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് ഡീഫ്ലേഷൻ എന്ന് ചോദിക്കാം. തെറ്റിപ്പോയത് നമ്മുടെ എക്കണോമിക്സ് പഠിച്ചതിനകത്തൊരു ഡീഫ്ലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഹോട്ട് ഡെസേർട്ട് ദാറ്റ് സ്ട്രോങ് വിത്ത് ബ്ലോസ് ഓഫ് സാൻഡ് ഗ്രെയിൻസ്. മണലിന് വാരിക്കൊണ്ട് പോകുന്ന ഒരു ശീലമുണ്ട് ശക്തമായ കാറ്റിന്. The strong whirlwinds lifts up and move dry sand from one place to another place. The type of erosion process through which a sand is blown away by wind is called deflation. അതായത് മണ്ണ് എന്താ പറയാ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ മണ്ണൊഴുകി പോകും അല്ലെ, ഇറോഷൻ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഇറോഷൻ മണ്ണിടിച്ചിലിന് നമ്മൾ ലാൻഡ് സ്ലൈഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ മണ്ണ് ഒഴുകി പോകുന്ന ഒരു ഇറോഷൻ പറയാറുണ്ട്. സാൻഡ് കൊണ്ട് മണല് തെന്നി പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ കാണുന്നതിനാണ്, ഈ ചിത്രത്തിൽ കാണുന്നതിനാണ് ഡീഫ്ലേഷൻ ഹോളോ എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരെ വരുന്ന സ്ഥലമാണ്, മണല് എന്ത് ചെയ്തു, ഒരു കുഴിവുണ്ടാക്കി, മണല് കാറ്റടിച്ചടിച്ച് പോയതാണ്. Winds blow strongly and persistently in one direction, shallow depressions are formed through deflation. These shallow depressions are called deflation hollows. ഇത് ചോദിക്കാണ്ട് എന്താണ് ഡീഫ്ലേഷൻ ഹോളോ ഒന്നും ചോദിക്കണ്ട. ഹോളോ ഡീഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡീഫ്ലേഷൻ ഹോളോ മനസ്സിലാവും. അതായത് മണ്ണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാറ്റത്ത് മണ്ണ് എന്ത് ചെയ്യും, കൊണ്ടുപോകും. എങ്ങനെ നീക്കി ചെയ്ത് കൊണ്ടുപോകും, ലിഫ്റ്റ് ചെയ്ത് കുറെ കൊണ്ട് കളയും. അങ്ങനെ കൊണ്ടുപോകുന്ന മണല് കൊണ്ടുപോകുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇതിനെ ഡീഫ്ലേഷൻ വിളിക്കാം. അങ്ങനെ ഡീഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്താ ഒരു ഡിപ്രഷൻ ഉണ്ടാവും.
ആ ഡിപ്രഷനെയാണ് നമ്മൾ വിളിക്കാം ഹോളോസ് എന്ന് വിളിക്കാം. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് പറയാം എന്താണ് ഡീഫ്ലേഷൻ ഹോളോ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, when the strong world wind happening, the wind carries or lifts up what, sand. Because of this process, there's a tiny depression is occurring. What is that depression is known as what, deflation hollow. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാണാതെ പഠിക്കണ്ട, മോന്റെ വാക്കിൽ എഴുതിയാൽ മതി കേട്ടോ. രണ്ടാമത് അബ്രേഷൻ എന്ന് പറയും. ഈ ചിത്രം കണ്ടോ, നേരത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് സ്ഥലമായിരുന്നു. എന്നാൽ കാറ്റ് എന്ത് ചെയ്തു, സ്ട്രോങ് വിൻഡ് എന്ത് ചെയ്തു, റോക്ക് പാർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് വാരിക്കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സൈഡ് എന്ത് ചെയ്യും, ഇറോഡ് ചെയ്ത് കളയാം. ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് വരാൻ കാരണമായി. കാരണം അവിടുത്തെ മണ്ണ് മുഴുവൻ എന്ത് ചെയ്തു, മണ്ണല്ല ഇവിടുത്തെ ലാൻഡ് മാസ് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പം അതിന് കാരണം എന്താണ്, അതായത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഫ്രിക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക, കൊറോഷൻ സംഭവിക്കും. ശരിയല്ലേ? ഈ കൊറോഡ് ചെയ്താണ് എന്ത് ചെയ്തത്, ഇത് ഈ ഒരു അവസ്ഥയിലായി മാറിയത്. മനസ്സിലായോ? നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നു, കാറ്റടിച്ചടിച്ച് കൊറോഡ് ചെയ്ത് എന്തായാലും ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറി അല്ലേ. അതായത് സ്ട്രോങ് ഡെസേർട്ട് which carries sand grains and other rock particles. These rub strongly against numerous rock outcrops and wear them down. This erosional process is known as abrasion. എന്താണ് അബ്രേഷൻ എന്ന് ചോദിക്കാം. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇത് നേരെ എഴുതിയാൽ മതി. എന്താണ്, സ്ട്രോങ് വിൻഡ് എന്ത് ചെയ്യും, carries what, sand and tiny rock materials which rubs on the other surfaces, which will be resulting in the loss of, അല്ലെങ്കിൽ which will result in wear and down, അല്ലെ, തേയ്മാനം സംഭവിക്കും. ആ പ്രോസസ്സിന് വന്നതാണ് അബ്രേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? The wind can lift rock particles only up to a certain height depending on their size. Therefore, the rate of abrasion of rocks in the earth is high up to a certain height. The portion of the rock subjected to higher rates of abrasion wear out considerably more. As the rocks wear out in a manner, mushroom-like landforms are formed. These landforms are called mushroom rocks. അതായത് എന്താ സംഭവിച്ചത്, നമ്മുടെ കൂണിന്റെ ഒരു ഷേപ്പിൽ ഇത് എന്താണ്, കല്ലും മണ്ണും ഒക്കെ ഈ മേള് വരെ പോകണം നിർബന്ധമില്ല. കാരണം കല്ലിനൊക്കെ എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഒരു സർട്ടൻ ഹൈറ്റ് വരെ എന്തുണ്ടാവുള്ളൂ, ഈ മണലും കല്ലും ഒക്കെ പൊങ്ങത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഇത് കടന്നു പോകുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ലാൻഡ് മാസ് ഉണ്ടായി വരുന്നത്. തേയ്മാനം സംഭവിച്ചുണ്ടായതാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ച ഒന്നാണ് എന്ന് പറയുന്നത് ഈ മഷ്റൂം റോക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അത് സാൻഡ് ഡ്യൂൺ. When the velocity of sand wind decreases of the moment of the wind is checked, the sand grains carried away by winds are deposited. അതെന്താണ്, ഇവിടുന്ന് വാരിക്കൊണ്ട് പോയതാണ്. ഇതിന്റെ സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ പതുക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ കുന്നുകൾ, മണൽ കുന്നുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സാൻഡ് ഡ്യൂൺസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? These deposited sand grains gradually pile up and form various depositional landforms on different size and shape. These landforms are known as what, sand dunes. അല്ലേ? ഇതാണ് മണല് വാരിക്കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരം കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വേഗത കുറഞ്ഞപ്പോഴത്തേക്ക് മണ്ണ് താഴെയിട്ടു അല്ലേ. അപ്പൊ മോന് പോയി സാധനം എടുത്തോണ്ട് പോകാൻ ആദ്യം കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം എടുത്തു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൈ കാണിച്ചു പോയി, എന്ത് ചെയ്യും, താഴെയിട്ടു. കാറ്റെടുത്തോണ്ട് പോയി. കാറ്റിന്റെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റിന്റെ ആ സ്പീഡ് കുറഞ്ഞു. സ്പീഡ് കുറയുമ്പോഴത്തേക്ക് ആരോഗ്യം കുറഞ്ഞു, മണലോട്ടിട്ടു. അങ്ങനെ സംഭവിച്ച ഒന്നാണ് എന്ന് പറയുന്നത് ഡ്യൂൺസ് എന്ന് പറയുന്നത്. അങ്ങനെ വീഴുകയും ഒറ്റ ക്യാരിയിൽ ഇത്രയും വന്നു നല്ല അർത്ഥം. വന്ന വഴിക്കെല്ലാം പിന്നെ ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്ത് ചെയ്യും, അത്തരത്തിൽ ഫോം ചെയ്ത ഒന്നാണ് സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്നത്. ഇത് ഇനിയും എന്താണ്, പെർമനന്റ് ഒന്നുമില്ല. ഇനി അടുത്ത കാറ്റ് വീശുമ്പോൾ അടുത്ത തുണി കിടക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഒരു നദിയിലും ഒരു മരുഭൂമിയിലും നമുക്ക് ഒരു പ്രാവശ്യം ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാം. മനസ്സിലായോ? ഇതാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഒയാസിസ്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, വളരെ ഇതാണ്. ഇവിടെ മരുഭൂമിയാണ്, കാണാലോ, ചിത്രം കാണാലോ. പക്ഷെ ഇവിടെ കണ്ടോ, വെള്ളമുണ്ട്, പച്ചപ്പുണ്ട് അല്ലേ, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു സ്ഥലം അല്ലേ. ഇത്തരത്തിലുള്ള സ്ഥലത്ത് ഞാൻ വിളിക്കുക, മരുഭൂമിക്ക് അടുത്തുള്ള സ്ഥലത്ത് ഞാൻ വിളിക്കുക ഒയാസിസ് എന്ന് വിളിക്കുക. അവിടെയാണ് കോട്ടൺ, സിട്രസ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ്, വീറ്റ് ആൻഡ് കോൺ ആർ കോമൺലി കൾട്ടിവേറ്റഡ്. അതായത്
പന്നി, സിട്രസ്, ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, ഗോതമ്പ്, കോണ്. അപ്പോൾ ഇനിയൊക്കെ തുടങ്ങിയതൊക്കെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര വാട്ടർ ഇൻറ്റൻസിഫൈഡ് ക്രോപ്പ് അല്ല. വെള്ളം വേണം, എന്നാൽ അത്ര അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതെ. അപ്പൊ ഇങ്ങനെയായിട്ടുള്ള ഒരു കാര്യമില്ല. ഇവിടെ മരുഭൂമിയാണ്, ഇവിടെ ഒന്നുമില്ല. കണ്ടോ? ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സാധനം കാണാൻ സാധിക്കുള്ളൂ അല്ലേ? ഇതെന്താ ഇവിടെ? ഇത് വളരെ പച്ചപ്പാണ്. പച്ചപ്പ് എന്ന് വെച്ചാൽ ദിസ് ഇസ് ദ സിമ്പിൾ ഓഫ് ലൈഫ് അല്ലേ? അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്കാണ് ഒയാസിസ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്.